ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗങ്ങൾ, പാസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ആരോഗ്യ വകുപ്പിൽ എല്ലാ ജീവനക്കാരും, പ്രത്യേകിച്ച് മെഡിക്കൽ ഓഫീസേഴ്സ്, കഴിഞ്ഞ ഈ കോവിഡ് കാലത്ത് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുന്നുണ്ടായിരുന്ന നിപ്പ സമയത്തും പ്രളയ സമയത്തും നമ്മളുടെ സേവനം എല്ലാവരും രഹസ്യമായും പരസ്യമായും പ്രശംസിച്ചിട്ടുള്ള ഒന്നാണ്. ഈ അധിക ജോലിഭാരം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരത്തിലുണ്ടാകുന്ന ജോലിഭാരം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അധികാരി വർഗങ്ങൾ എപ്പോഴും നമ്മൾ പ്രശംസ കൊണ്ട് നമ്മളെ പൊതിയുകയും നിങ്ങൾക്ക് പേ റിവിഷൻ വരുമ്പോൾ ഞങ്ങൾ തക്കതായ പ്രതിഫലം അതിൽ ഉണ്ടാകും എന്ന് കൂടെ ഓർമ്മിപ്പിക്കുക. നമ്മളെ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, പലപ്പോഴും പല സ്ഥലങ്ങളിലും രഹസ്യമായും പരസ്യമായും നമ്മളോട് അവർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പോ 11ാം പേ റിവിഷൻ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തായി. നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നാണ് അത്. കാരണം സാധാരണ എല്ലാ ജീവനക്കാർക്കും ലഭിച്ച ഒരു ശമ്പള വർധന നമുക്കുണ്ടായിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ അധിക ജോലിഭാരം ചെയ്തിരുന്ന ഈ ഡോക്ടർ സമൂഹത്തെ ഒന്ന് ആദരിക്കാൻ ഈ പേ റിവിഷൻ കമ്മിറ്റി വിട്ടുപോയി എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ പല കാര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. അതായത് നമ്മൾക്ക് റിസ്ക് അലവൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 1 അഡീഷണൽ ഇൻക്രിമെന്റ് ഏഡ് ചെയ്യപ്പെടാം എന്നെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾക്ക് സൂചനകൾ നൽകിയിരുന്നു. പക്ഷെ അതിനെല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, അതായത് ഹയർ സ്റ്റാർട്ട്, എൻട്രി കാഡറിലും എല്ലാ ഇതിലും ഹയർ സ്റ്റാർട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, പല അലവൻസുകളും നമ്മൾ ലഭിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പല അലവൻസുകളും ഒരു ദാർഷ്ട്യം കൂടാതെ അത് വെട്ടിക്കുറച്ചുകയോ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾക്ക് ഈ പേ റിവിഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ നമുക്ക് ഈ നിലനിൽക്കുന്ന ഈ ഹയർ സ്റ്റാർട്ട് അവര് തിരിച്ചു പിടിക്കുക വഴി നമ്മളെ ശരിക്ക് അവര് വേറെ ഒരു സ്കെയിലിലേക്ക്, നമ്മളെ ഹോമിയോ, ആയുർവേദം, അതുപോലെ നമ്മളുടെ അത്ര പണിയോ ജോലിഭാരമോ കഷ്ടപ്പാടുകളോ യാതൊന്നും ഇല്ലാത്ത അത്തരം ജോലിക്കാരുടെ കൂടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിലവാരത്തിലേക്ക് താഴ്ത്തി നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അസിസ്റ്റന്റ് സർജറി, ഇനി വരുന്ന അസിസ്റ്റന്റ് സർജറി എൻട്രി കാഡറിൽ അവർക്ക് ഒരു 8,000 രൂപയുടെയെങ്കിലും ഒരു ലോസ് ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അത് മാത്രമല്ല, ഇനി ടൈം ബൗണ്ടിന്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ, ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിന് പകരം കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം കൊണ്ടുവന്നു. ഈ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം എന്താണെന്ന് ഇതുവരെ നിർവചിക്കപ്പെട്ടിട്ടില്ല. അതുവഴി നമ്മൾക്ക് ഈ 8ാം വർഷത്തിലും 15ാം വർഷത്തിലും കിട്ടിയിരുന്ന ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നമ്മളിൽ നിന്ന് എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾക്ക് അത് നിഷേധിക്കപ്പെട്ടിട്ടുള്ള നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ഈ ഒരു കമ്മീഷൻ പോലും നമ്മളുടെ അധികാരികൾ നമുക്ക് തന്ന പോലെ ഈ ഒരു കമ്മീഷനുകൾ പോലും നമുക്ക് വാഗ്ദാനങ്ങളാണ് തന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം കൊണ്ടുവരും, അതുപോലെ നിങ്ങൾ ഇത് എടുത്തു കളഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പൊ ആ വാഗ്ദാനങ്ങൾ കൂടിയാണ് നമ്മളെല്ലാം അവര് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ സമാധാനപ്പെടുത്തുന്ന അത് കമ്മീഷൻ പോലും അതിന് വിഭിന്നമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ 1/4/2021 ശേഷം ശേഷം ഈ 8ാം വർഷത്തിലെ ഗ്രേഡ് കിട്ടുന്നവർക്കും അതിനുശേഷം 15ാം വർഷത്തെ ഗ്രേഡ് കിട്ടുന്നവർക്കും നല്ല ഒരു സംഖ്യയിൽ മാറ്റമുണ്ടാകുമെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല, ടൈം ബൗണ്ടിനെ പറ്റി പറഞ്ഞു, അത് നിഷേധിച്ചപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ നിഷേധിച്ചത് 3:1 റേഷ്യോ ആണ്. നമ്മൾക്ക് റേഷ്യോ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഒരു 3:1 ഒരു അസിസ്റ്റന്റ് സർജനോ ഒരു കൺസൾട്ടന്റിനോ ജൂനിയർ കൺസൾട്ടന്റിനോ ഈക്വലന്റ് ആയി സിവിൽ സർജന് ഒരു 3 സിവിൽ അസിസ്റ്റന്റ് സർജനും
ജൂനിയർ കൺസൾട്ടന്റും ജൂനിയർ കൺസൾട്ടന്റ് ഈക്വലന്റായി 1 സിവിൽ സർജൻ കൺസൾട്ടന്റ്. ആ റേഷ്യോ പാടെടുത്തു കളഞ്ഞു. അത് നമ്മൾ സമരം ചെയ്തിട്ട് നേടിയിട്ടുള്ള ഒരു കാര്യം, അത് പാടെടുത്തു കളയുകയും നമ്മളെ പ്രൊമോഷൻ സാധ്യതകളെ മുഴുവൻ പ്രൊമോഷൻ സാധ്യത മുഴുവൻ തള്ളിക്കളയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ പ്രൊമോഷൻ സാധ്യതകൾ ഉണ്ടാവില്ല. പ്രൊമോഷൻ ഉണ്ടാവാൻ ഞാൻ ഇത്ര കൊല്ലം 10-20 വർഷം സർവീസിൽ ഇരിക്കുന്ന എനിക്ക് പോലും, ഞാൻ പോലും ഇപ്പോഴും JC ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രൊമോഷൻ സാധ്യതകളെ തള്ളിക്കളയുക, അല്ലെങ്കിൽ അത് നമ്മൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ എടുത്തു മാറ്റുകയാണ് ഇപ്പോഴത്തെ പേ റിവിഷൻ കമ്മീഷൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 1/7/2014 ശേഷം ഗ്രേഡ് പ്രൊമോഷൻ അനുവദിച്ച് പേഴ്സണൽ പേ കിട്ടിയവർക്ക് ഇനി 11/4/2021 ശേഷം ഗ്രേഡ് പ്രൊമോഷൻ ലഭിക്കുന്നതല്ല. അതും നമ്മൾക്ക് നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം പുറമെയാണ് ചില ഗ്രേഡുകാർക്ക്, ചെറിയ കേഡറിലുള്ള ആൾക്കാർക്ക് ഈ നഷ്ടങ്ങളെല്ലാം എല്ലാ ഗ്രേഡിലുള്ള എല്ലാ കേഡറിലെ ഡോക്ടർമാർക്കും ഉണ്ടാവുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു കേഡറിലത്തെ ആൾക്കാർക്കുള്ള നഷ്ടങ്ങളല്ല. ഏത് കേഡറിലായാലും അവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങളാണ് ഈ പറഞ്ഞത്. അതുമാത്രമല്ല, ചില കേഡറുകാർക്ക് എന്തൊക്കെയോ കിട്ടി എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ടാക്കി. നമ്മളുടെ യുണൈറ്റ് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടി എന്നൊരു മിഥ്യാധാരണയുണ്ടാക്കി ഒരു പ്രതീതി ജനിപ്പിച്ച് നമ്മളെ ഒന്നിപ്പിക്കാൻ, നമ്മൾ ഇത്ര ശക്തിയുള്ള സംഘടനയാണ്, അതിന്റെ ഉള്ളിൽ ഒരു വിള്ളൽ വീഴ്ത്താൻ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു ശ്രമം ഈ പേ റിവിഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ നമ്മൾ എതിർത്തേ തീരൂ. നമ്മൾക്ക് ഉണ്ടാകുന്ന അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കണം. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഏതു തരം പ്രവർത്തനങ്ങളും ചെയ്യേണ്ടി വരും. ഇനി ഈ പേ റിവിഷന്റെ കോട്ടങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് നമ്മുടെ ഡോക്ടർ ടോണി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടോണി? ടോണിയില്ലേ? ടോണി ഉണ്ട് മാഡം, ടോണി ഉണ്ട്. ഹലോ ടോണി, പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്ലൈഡ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണോ? സ്ലൈഡ് എങ്ങനെ ഷെയർ ചെയ്യണമെന്ന്? സ്ക്രീൻ ഷെയർ. ഓക്കെ സർ. ഞാൻ ഓഡിബിൾ ആണല്ലോ സർ? യെസ്, ടോണി ഓഡിബിൾ ആണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി 6-ാം തീയതി തൃശ്ശൂർ KGMOയുടെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുകയുണ്ടായി. ആ ജില്ലാ കമ്മിറ്റിയാണ് 11ാമത് ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ ഒരു വിശകലനം നടത്താൻ എന്നെ ഏൽപ്പിച്ചത്. ഞാൻ സർവീസിൽ കയറിയതിനു ശേഷമുള്ള ആദ്യത്തെ ശമ്പള പരിഷ്കരണമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എത്രത്തോളം ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ നിന്ന് മിനിമോൾ മാഡവും, ജനറൽ കേഡറിൽ നിന്ന് ജയന്തി മാഡവും, സ്പെഷ്യാലിറ്റി കേഡറിൽ നിന്ന് സുബ്രഹ്മണ്യൻ സാറും, കാഷ്വാലിറ്റി വിഭാഗത്തിൽ നിന്ന് നിതിൻ സാറും ജോസ് മാഡം എന്നെ ഇതിൽ സഹായിക്കേണ്ടത്. ഞാൻ അവർക്ക് നന്ദി പറഞ്ഞു തുടങ്ങിയാണ്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 11th പേ റിവിഷൻ കമ്മീഷൻ റിപ്പോർട്ട്, അനാലിസിസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ബൈ തൃശ്ശൂർ KGMOA. നമ്മുടെ ആദ്യത്തെ സ്ലൈഡാണ്. 11ാമത് ശമ്പള കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിച്ചത് ജനുവരി 29-നായിരുന്നു. ഗവൺമെന്റ് അവരുടെ റെക്കമെൻഡേഷൻസ് ഓർഡർ ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ഇറക്കിയത് ഫെബ്രുവരി 10-ാം തീയതി ആയിരുന്നു.
പുതുക്കിയ ശമ്പളം 2019 ജൂലൈ 1-ാം തീയതി മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി നിലയിൽ വരുന്നതാണ്. ഇത് പ്രകാരം അവർ മിനിമം സാലറി ബിക്കംസ് 23,000, മാക്സിമം സാലറി 1,66,800. മൊത്തം 27 പേ സ്കെയിലുകളുണ്ട്, 83 സ്റ്റേജുകളുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഈ സ്ലൈഡിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആൻഡ് റിവൈസ്ഡ് സ്കെയിൽസ് ഓഫ് പേ കാണിച്ചിട്ടുണ്ട്. ഇടതുവശത്ത് S1, S2, S3 അങ്ങനെ S27 വരെ ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്കെയിലുകളാണ്, ശമ്പള സ്കെയിലുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. വലതുവശത്ത് എക്സിസ്റ്റിംഗ് സ്കെയിൽ ഓഫ് പേയും റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേയും സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ സ്കെയിൽ ഓഫ് പേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയാം, അതിലൊരു മിനിമം ഉണ്ട്, ഒരു മാക്സിമം ഉണ്ട്, ഇടയിൽ ഇൻക്രിമെന്റും ഉണ്ട്. ഇത് മൂന്നുമാണ് ഒരു ശമ്പള സ്കെയിലിന്റെ പ്രധാന കമ്പോണന്റ്. ഏറ്റവും ഒടുവിൽ മാസ്റ്റർ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൊത്തത്തിൽ 27 പേ സ്കെയിലുകളും 83 സ്റ്റേജുകളും ഉണ്ട്. 11th Pay Revision Commission has applied a multiplication factor of 1.38 to generate the new scales of pay. 1 എന്നത് നമ്മുടെ മുമ്പിലത്തെ അടിസ്ഥാന ശമ്പളമായിരുന്നെങ്കിൽ 28% DAയും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റും കൂടി ചേർത്ത് അത് 1.38, പുതുക്കിയ ശമ്പളം 1.38 ആവുന്നു. അതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഏതെങ്കിലും ഒരു സ്കെയിൽ എടുത്ത് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 19ാമത്തെ സ്കെയിൽ എടുത്ത് പരിശോധിക്കാം. നമുക്ക് ഞാൻ 19ാമത്തെ സ്കെയിൽ എന്ന് പറയാൻ കാരണം നമ്മുടെ ഹെൽത്ത് സർവീസ് വിഭാഗത്തിൽ എല്ലാ ഡോക്ടർമാരുടെയും എൻട്രി പേ സ്കെയിൽ 19ാമത്തെ പേ സ്കെയിലാണ്. അതിൽ എക്സിസ്റ്റിംഗ് പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഒരു മിനിമം നമുക്ക് കാണാം 45,800, ഒരു മാക്സിമം നമുക്ക് കാണാം 89,000. ഇതിന്റെ ഇടയിൽ ഇൻക്രിമെന്റ്സിന്റെ പല ഗുണിതങ്ങളായിട്ട് ആദ്യം 1,100 ആണ്, 48,000 ആവുന്നവരെ ഈ ഉദ്യോഗസ്ഥന് 1,100ന്റെ ഗുണിതങ്ങളായിട്ടായിരിക്കും ഇൻക്രിമെന്റ് ലഭിക്കുക. പിന്നെ 48,000 മുതൽ 54,000 വരെ 1,200ന്റെ ഗുണിതങ്ങളും, അതങ്ങനെ പോകുന്നു. ഇതേ സ്കെയില് റിവൈസ് ചെയ്ത് അതിന്റെ അപ്പുറത്തെ വശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം 63,700ഉം മാക്സിമം 1,23,700 ആവുന്നു. അപ്പൊ 19ാമത്തെ സ്കെയിൽ ഇമ്പോർട്ടന്റ് ആണ്, 22ാമത്തെ സ്കെയിൽ ഇമ്പോർട്ടന്റ് ആണ്, 25ാമത്തെ സ്കെയിലുകൾ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അടുത്ത സ്ലൈഡില് സ്റ്റേജ് ടു സ്റ്റേജ് ഫിക്സേഷൻ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 83 സ്റ്റേജുകളുണ്ട്. ഓരോ സ്റ്റേജിലും എക്സിസ്റ്റിംഗ് പേയും റിവൈസ്ഡ് പേയും കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി നമുക്ക് 41ാമത്തെ സ്റ്റേജ് നോക്കാം. 41ാമത്തെ സ്റ്റേജ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നതിന് കാരണം നമ്മുടെ എൻട്രി സ്റ്റേജ് 41ാമതാണ്. 45,800 ആണ് എക്സിസ്റ്റിംഗ് പേ. അത് മാറി ഇപ്പോൾ 63,700 ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിനെ കുറിച്ചാണ് അടുത്തായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രോസ് സാലറിക്ക് പല കമ്പോണൻസ് ഉണ്ട്. ബേസിക് പേ ഉണ്ട്, സ്പെഷ്യൽ പേ ഉണ്ട്, പേഴ്സണൽ പേ ഉണ്ട്, DNS അലവൻസ് ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, അതർ അലവൻസസ്. ഈ കമ്പോണന്റുകൾ എല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ഗ്രോസ് സാലറി ആവുന്നത്. ഈ ബേസിക് പേ തന്നെ കണക്ക് കൂട്ടുന്നത് മിനിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ, ഹയർ സ്റ്റാർട്ട്, ഇൻക്രിമെന്റ്സ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ബേസിക് പേ ഉണ്ടാവുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 19ാമത്തെ പേ സ്കെയിലിൽ ചേരുന്ന ഒരു ഡോക്ടറിന്റെ മിനിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ 45,800 ആണ് എക്സിസ്റ്റിംഗ് മിനിമം. അതിനോട് ഹയർ സ്റ്റാർട്ട് 5 ഇൻക്രിമെന്റ് കൂടി കിട്ടുമ്പോൾ ആ ഡോക്ടറിന്റെ ബേസിക് പേ 51,600 ആവും. ഇതിനുശേഷം വർഷാവർഷം ഇദ്ദേഹത്തിന് ഇൻക്രിമെന്റുകൾ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ വർഷം ഇദ്ദേഹത്തിന്റെ ബേസിക് പേ മാറി വരുന്നതായിരിക്കും. ബാക്കിയുള്ളതിനെ കുറിച്ച് അടുത്തടുത്ത സ്ലൈഡുകൾ നമ്മൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DNS അലവൻസ് അത് ബേസിക് പേയുടെയും സ്പെഷ്യൽ പേയുടെയും പേഴ്സണൽ പേയുടെയും എല്ലാത്തിന്റെയും ശതമാനത്തിലാണ് DNS അലവൻസ് എടുക്കുന്നത്. ഹൗസ് റെന്റ് അലവൻസ് ബേസിക് പേയുടെ ശതമാനത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇത്രയും നാളെ ഹൗസ് റെന്റ് അലവൻസ് ഒരു നിശ്ചിത തുകയായിരുന്നു, ഒരു ഫിക്സ്ഡ് റേറ്റ് ആയിരുന്നു. പക്ഷെ 11ാമത് ശമ്പള കമ്മീഷൻ പല സർവീസ് ഓർഗനൈസേഷന്റെയും അഭ്യർത്ഥന പ്രകാരം
അത് ശതമാനം കണക്കിലാക്കിയിട്ടുണ്ട്. അടിസ്ഥാന ശമ്പളത്തിന്റെ ശതമാനം കണക്കിലാക്കിയിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക് പേയിൽ ഹയർ സ്റ്റാർട്ട് കുറയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക്, ഒരു ഉദ്യോഗസ്ഥന്, അല്ലെങ്കിൽ സ്പെഷ്യൽ പേയിൽ കുറവ് വരുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്, പേഴ്സണൽ പേയിൽ കുറവ് വരുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്, അങ്ങനെയുള്ള ഒരാൾക്ക് ഡി എയിലും കുറവ് വരുന്നതായിരിക്കും. മൊത്തത്തിലുള്ള ഗ്രോസ് സാലറിനെ ഇത് അഫക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഈ സ്ലൈഡിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേഡറുകളാണ്: അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ, സ്പെഷ്യാലിറ്റി കേഡർ, ജനറൽ കേഡർ. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിനെയാണ് ഞാൻ ബേസ് ആക്കി എടുത്തിട്ടുള്ളത്. കാരണം എല്ലാ പോസ്റ്റുകളും നിർവഹിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ മാത്രമാണ്. അപ്പോൾ അവിടുത്തെ എൻട്രി പോസ്റ്റായ ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ, കറസ്പോണ്ടിങ് ആയിട്ട് സ്പെഷ്യാലിറ്റി കേഡറിൽ ജൂനിയർ കൺസൾട്ടന്റ്, ജനറൽ കേഡറിൽ അസിസ്റ്റന്റ് സർജൻ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ അസിസ്റ്റന്റ് DHS വരുമ്പോൾ ഇപ്പുറത്ത് കൺസൾട്ടന്റ് സിവിൽ സർജൻ, ഡെപ്യൂട്ടി DHS വരുമ്പോൾ സീനിയർ കൺസൾട്ടന്റ് സീനിയർ സിവിൽ സർജൻ, അഡീഷണൽ DHS വരുമ്പോൾ ചീഫ് കൺസൾട്ടന്റ്, DHS വരുമ്പോൾ ചീഫ് കൺസൾട്ടന്റ് ഹയർ ഗ്രേഡ്. ഈ സ്ലൈഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങൾ നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം. ജനറൽ കേഡറിൽ മാത്രം 1-2 പോസ്റ്റുകളുടെ ഒരു അഭാവം നമുക്ക് കാണാം. അഡീഷണൽ DHSനോ ചീഫ് കൺസൾട്ടിനോ തത്തുല്യമായ ഒരു പോസ്റ്റ് ജനറൽ കേഡറിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ DHSനോ ചീഫ് കൺസൾട്ടന്റ് ഹയർ ഗ്രേഡിനോ തത്തുല്യമായ ഒരു പോസ്റ്റും ജനറൽ കേഡറിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇനി പണ്ട് സിവിൽ സർജന്റെ പ്രൊമോഷൻ പോസ്റ്റ് സിവിൽ സർജൻ ഹയർ ഗ്രേഡ് ആയിരുന്നു. സ്പെഷ്യൽ റൂൾസിന്റെ അമെന്റ്മെന്റ് പ്രകാരമാണ് ആ പോസ്റ്റ് മാറ്റി അതിന്റെ പേര് മാറ്റി സീനിയർ സിവിൽ സർജൻ എന്നാക്കിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു വ്യത്യാസം, സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഈ 3 കേഡറുകൾ കൂടാതെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കേഡർ എന്നൊരു കേഡറും ബ്ലഡ് ബാങ്ക് ആൻഡ് ക്ലിനിക്കൽ ലാബ് കേഡർ എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു. സ്പെഷ്യൽ റൂൾസിന്റെ അമെന്റ്മെന്റ്സ് പ്രകാരം ഈ 2 കേഡറും സ്പെഷ്യാലിറ്റി കേഡറിന്റെ അടിയിൽ വരും. നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കേഡർ എന്ന് പറഞ്ഞാൽ പത്തോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ്. ബ്ലഡ് ബാങ്ക് കേഡറിൽ വരുന്ന ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലെ ഡോക്ടർമാരാണ്. ഓരോ പോസ്റ്റിന്റെ അടിയിലും ചുവന്ന അക്ഷരത്തിൽ കാണുന്നത് അവരുടെ സ്കെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 19ാമത്തെ സ്കെയിൽ, F90 എന്ന് പറഞ്ഞാൽ 19ാമത്തെ സ്കെയിൽ. ജാമോയും ജൂനിയർ കൺസൾട്ടന്റും അസിസ്റ്റന്റ് സർജൻ അവർ 3 പേരും അവരുടെ എൻട്രി സ്കെയിൽ 19 ആണ്. അടുത്ത പ്രൊമോഷൻ പോസ്റ്റിലേക്ക് പോകുമ്പോൾ അത് 22 ആവുന്നു. അടുത്തതിൽ പോകുമ്പോൾ 25, 26, അവസാനം 27 വരെ ആവുന്നു. ഈ 27 ആണ് പരമാവധി പേ സ്കെയിലായിട്ട് ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, 11th PRC റെക്കമെൻഡ്സ് ഹയർ ഗ്രേഡ് ടു സീനിയർ മോസ്റ്റ് ചീഫ് കൺസൾട്ടന്റ് എമംഗ് വേരിയസ് സ്പെഷ്യാലിറ്റീസ്. അതും ഈ ശമ്പള കമ്മീഷന്റെ ഒരു നിർദ്ദേശമാണ്. ഒരു നേട്ടമായി വേണമെങ്കിൽ കരുതാം. ചീഫ് കൺസൾട്ടന്റിന് ഒരു പ്രൊമോഷൻ പോസ്റ്റോ ഒരു ഹയർ ഗ്രേഡ് കൊടുക്കുകയാണ് സീനിയർ മോസ്റ്റ് ചീഫ് കൺസൾട്ടന്റ് എമംഗ് വേരിയസ് സ്പെഷ്യാലിറ്റീസ്. ഈ സ്ലൈഡിൽ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് നമുക്ക് കാണാം. പച്ച നിറത്തിൽ നമുക്ക് കാണുന്നത് അവരുടെ പേ സ്കെയിലാണ്. ബ്രാക്കറ്റിൽ സ്പെഷ്യൽ പേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ജനറൽ കേഡറുകാർക്ക് സ്പെഷ്യൽ പേ കൊടുത്തിട്ടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറുകാരുടെയും സ്പെഷ്യാലിറ്റി കേഡറുകാരുടെയും സ്പെഷ്യൽ പേ പുതുക്കിയിട്ടുമുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഹയർ സ്റ്റാർട്ട്. Benefit of higher start in pay is currently given to all categories of posts in all cadres in health service. ഇങ്ങനെ പറയുമ്പോൾ ജാമോ ആൻഡ് ഈക്വലൻ കാറ്റഗറീസ്, അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിനെ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ ജാമോ ആൻഡ് ഈക്വലൻ കാറ്റഗറീസ്, അതായത് ജൂനിയർ കൺസൾട്ടന്റും അസിസ്റ്റന്റ് സർജനും, അവർ ഇതുവരെ കയറിയിരുന്നത് 19ാമത്തെ സ്കെയിലിൽ 6ാമത്തെ സ്റ്റേജിലായിരുന്നു. നമുക്ക് അലോസരമുണ്ടാക്കിയ ഒരു നിർദ്ദേശം, ഈ ശമ്പള കമ്മീഷന്റെ ഒരു നിർദ്ദേശം, അക്കോർഡിംഗ് ടു 11th PRC recommendations, those who enter health service department with basic qualification of MBBS only on or after April 1st, 2021 may start at the minimum of scale of pay. അതായത് PG ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് 19ാമത്തെ സ്കെയിൽ 6ാമത്തെ സ്റ്റേജിൽ കയറാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർ 1ാമത്തെ സ്റ്റേജിൽ കയറേണ്ടതായിട്ട് വരും. ഇത് ഇപ്പോൾ സർവീസിലുള്ള നമ്മുടെ ഡോക്ടർമാരെ ബാധിക്കുന്നില്ല. എന്നിരുന്നാലും പുതിയതായിട്ട് വരുന്ന ഡോക്ടർമാരെ ഇത് ബാധിക്കുകയും
ഒരു വിഭാഗീയത ഉണ്ടാവാനും സാധ്യതയുള്ള ഒന്നായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അടുത്തത് അസിസ്റ്റന്റ് DHS ആൻഡ് ഈക്വലന്റ് കാറ്റഗറീസ്. അവർ കയറിക്കൊണ്ടിരിക്കുന്നത് 22ാമത്തെ പേ സ്കെയിലിലെ 6ാമത്തെ സ്റ്റേജ് ആണ്. ഈ ശമ്പള കമ്മീഷൻ അത് 5ാമത്തെ സ്റ്റേജ് ആക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണം അവരുടെ ഒരു പേഴ്സണൽ പേ പോയതാണ്. കഴിഞ്ഞ ശമ്പള കമ്മീഷനിലെ ഒരു അപാകത കാരണം അവർക്കൊരു പേഴ്സണൽ പേ ലഭിക്കുകയുണ്ടായി. ആ പേഴ്സണൽ പേ ഇപ്പോഴത്തെ ശമ്പള കമ്മീഷൻ എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ ഡെപ്യൂട്ടി DHS ആൻഡ് ഈക്വലന്റ് കാറ്റഗറീസ് അവർ കയറേണ്ടിയിരുന്നത് 25ാമത്തെ സ്കെയിൽ 7ാമത്തെ സ്റ്റേജിലായിരുന്നു. പക്ഷേ ശമ്പള കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് 5ാമത്തെ സ്റ്റേജിൽ കയറാനാണ്. അഡീഷണൽ DHSും അവരുടെ ഈക്വലന്റ് കാറ്റഗറീസിന്റെ ഹയർ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസിഷൻ ടു വിഡ്രോ ഹയർ സ്റ്റാർട്ട് ഓഫ് പേ ഗിവൺ ടു അസിസ്റ്റന്റ് സർജൻസ് നീഡ്സ് ടു ബി വെഹമെന്റ്ലി ഒപ്പോസ്ഡ് ബൈ KGMO. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അടുത്തത് സ്പെഷ്യൽ പേ. ഈ ശമ്പള കമ്മീഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ ഡോക്ടർമാർക്കും സ്പെഷ്യാലിറ്റി കേഡറിലെ ഡോക്ടർമാർക്കും സ്പെഷ്യൽ പേ നിർദ്ദേശിച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിലെ ഡോക്ടർമാർക്ക് ഫസ്റ്റ് 3 ഇൻക്രിമെന്റ്സ്, സ്പെഷ്യാലിറ്റി കേഡറിലെ ഡോക്ടർമാർക്ക് ഫസ്റ്റ് 6 ഇൻക്രിമെന്റ്സ് ഓഫ് ദി മിനിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ ഓഫ് ദി പോസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പേ സ്കെയിലാണോ ഉള്ളത് അതിന്റെ ആദ്യത്തെ ഇൻക്രിമെന്റ്. പക്ഷെ നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് കറന്റ് ലെവൽ ഓഫ് പേയിലായിരുന്നു. കറന്റ് ലെവൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന പേ സ്കെയിലിൽ ഹയർ സ്റ്റാർട്ടും കൂടി കൂട്ടിയുള്ളതാണ് കറന്റ് ലെവൽ ഓഫ് പേ. അപ്പോൾ ആനുപാതികമായിട്ടുള്ള ഒരു വർധനവ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കറന്റ് ലെവൽ ഓഫ് പേ എന്നത് മാറ്റി മിനിമം ഓഫ് ദി സ്കെയിൽ ഓഫ് പേ എന്നാക്കിയിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ട് നമുക്കൊരു നഷ്ടം അവിടെ വരുന്നുണ്ട്. ഇനി നമ്മുടെ ആവശ്യം, വി ഡിമാൻഡ് സ്പെഷ്യൽ പേ ടു ബി ഗ്രാൻറ്റഡ് ആസ് എ പെർസെന്റേജ് ഓഫ് ബേസിക് പേ ആൻഡ് ആസ് ഫോളോസ്: administrative cadre at 20%, specialty cadre at 40%, super specialty cadre at 50%, general cadre at 20%. അതുപോലെ തന്നെ 9ാമത്തെ ശമ്പള കമ്മീഷൻ നമുക്ക് നൽകിയിരുന്ന സ്പെഷ്യൽ പേ ഡ്യൂറിംഗ് ലീവ് ആൻഡ് ട്രാൻസിറ്റ് പീരീഡ്സ് അത് എടുത്തു കളഞ്ഞിരുന്നു. അതും കൺസിഡർ ചെയ്യുക എന്നത് നമ്മുടെ നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോയാണ് DA. DA is given to protect the erosion in money due to inflation. It's being calculated based on the All India Consumer Price Index numbers published by the Labour Bureau, Government of India. വർഷത്തിൽ 2 തവണയാണ് DA നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജനുവരി 1-ാം തീയതി, ജൂലൈ 1-ാം തീയതി. Increase in DA is not automatic. It has to be sanctioned by the government. 11th Pay Commission has decided to merge 28% DA applicable as on July 1st, 2019 with the basic pay. 1-ാം തീയതി ജൂലൈ 2019 നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 28% DA അടിസ്ഥാന ശമ്പളത്തോടുകൂടി ലയിപ്പിക്കുകയാണ്. അപ്പോൾ ജൂലൈ 1, 2019 പുതുക്കിയ DA 0% ആവുന്നു. DA calculated as on January 1st, 2020 is 4%. DA calculated as on July 1st, 2020 is 3%. Total 7%. നമ്മുടെ പുതുക്കിയ ശമ്പളത്തോടു കൂടി ഇനി 7% നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ വിഭാഗം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അവർക്ക് കിട്ടിയെന്ന് കരുതപ്പെടുന്ന ഒരു ഹൈക്ക് അത് ഈ DA മെർജ് ചെയ്തപ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോയാണ്. നമ്മുടെ ഗ്രോസ് സാലറിയുടെ അടുത്തൊരു കമ്പോണന്റ് ആണ് ഹൗസ് റെന്റ് അലവൻസ്. എക്സിസ്റ്റിംഗ് റേറ്റ്സ് ഓഫ് HRA ആർ ബേസ്ഡ് ഓൺ എ സ്ലാബ് സിസ്റ്റം. പക്ഷേ 11ാമത് ശമ്പള കമ്മീഷൻ പല സർവീസ് ഓർഗനൈസേഷന്റെയും അഭ്യർത്ഥന മാനിച്ച് സ്ഥലങ്ങളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയുണ്ടായി. ക്ലാസ് എ കോർപ്പറേഷൻ ലിമിറ്റ് 10% ഓഫ് ബേസിക് പേ, മിനിമം 2,300, മാക്സിമം 10,000. കോർപ്പറേഷൻ അറിയാം, 8 കോർപ്പറേഷനുകൾ: തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ, കോഴിക്കോട് എന്നിവ. ക്ലാസ് ബി ജില്ലാ ആസ്ഥാനങ്ങളിലെ മുനിസിപ്പാലിറ്റികൾ. അവിടെ 8% ഓഫ് ബേസിക് പേ, മിനിമം 2,000, മാക്സിമം 8,000. ക്ലാസ് സി ജില്ലാ ആസ്ഥാനങ്ങളിൽ അല്ലാത്ത എല്ലാ മുനിസിപ്പാലിറ്റികളിലും. അവിടെ 6% ബേസിക് പേ, മിനിമം 1,500 ടു മാക്സിമം 6,000. ക്ലാസ് ഡി എല്ലാ പഞ്ചായത്തുകളും 4% ബേസിക് പേ, മിനിമം 1,200, maximum 4,000. Every individual employee to be assured 10% hike in the existing HRA or the new rate applicable to their places, whichever is higher. For the purpose of calculating new HRA, basic pay on the first of month only to be considered.
അടുത്തത് നമ്മുടെ ഗ്രോസ് സാലറിയുടെ അവസാനത്തെ കമ്പോണന്റ് ആണ് അതർ അലവൻസസ്. നമുക്ക് പലവിധ അലവൻസുകൾ കിട്ടുന്നുണ്ട്. ആദ്യം സ്പെഷ്യൽ അലവൻസ് നോക്കാം. PG ഡിഗ്രി അലവൻസ് 1000 നിന്ന് 1200, PG ഡിപ്ലോമ അലവൻസ് 800 നിന്ന് 880 ടു ജനറൽ കേഡർ ഡോക്ടേഴ്സ്. ഒരു കാര്യം ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒട്ടുമിക്ക അലവൻസുകളുടെയും 10% എക്സിസ്റ്റിംഗ് റേറ്റിന്റെ 10% ഹൈക്കാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക അലവൻസുകളുടെ പുതിയൊരു അലവൻസ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അലവൻസ് ആണ്. ചീഫ് കൺസൾട്ടന്റ് വർക്കിംഗ് ആസ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് 5600, സീനിയർ കൺസൾട്ടന്റ് വർക്കിംഗ് ആസ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് 5600, കൺസൾട്ടന്റ് വർക്കിംഗ് ആസ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് 4700. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി അലവൻസ് ടു ഓൾ അതർ ഡോക്ടേഴ്സ് പൊസസിംഗ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി, അതിനും ഒരു 10% ഹൈക്ക്, അത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ്, 10% ഹൈക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് അലവൻസും, അതായത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് അലവൻസും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിഗ്രി അലവൻസും ഒരുമിച്ച് ഒരു ഡോക്ടർക്ക് അവൈൽ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വർക്കിംഗ് ഇൻ റേഡിയോളജി, TB, പത്തോളജി, ലെപ്രസി, അനസ്തീഷ്യ ആൻഡ് തൊറാസിക് സർജൻ, അവർക്കെല്ലാം ഒരു 10% ഹൈക്കിൻ അവരുടെ അലവൻസ്. പോസ്റ്റ്മോർട്ടം അലവൻസ് പെർ കേസ് 1000 നിന്ന് 1100 ആക്കിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യങ്ങളാണ് കോമ്പൻസേറ്ററി അലവൻസും ചാർജ് അലവൻസും. നമ്മുടെ ഡോക്ടർമാരെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വിഷയമാണിത്. പ്രീവിയസ്ലി കോമ്പൻസേറ്ററി അലവൻസ് വാസ് ഗിവൺ ടു ഓൾ മെഡിക്കൽ ഓഫീസേഴ്സ് ഇൻ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. നേരത്തെ 700 ആയിരുന്നു കോമ്പൻസേറ്ററി അലവൻസ് ആയിട്ട് കിട്ടിയത്. എന്നിരുന്നാൽ ഇത്തവണ ശമ്പള കമ്മീഷൻ മെഡിക്കൽ ഓഫീസർ ഇൻ ജനറൽ കേഡർ ഇൻ ചാർജ് ഓഫ് PHC അഡ്മിനിസ്ട്രേഷൻ, ആ ഒരു മെഡിക്കൽ ഓഫീസർക്ക് മാത്രം 700 നിന്ന് 770, 10% ഇൻക്രീസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എമോസിന്റെ കോമ്പൻസേറ്ററി അലവൻസ് എടുത്തു കളയാണ് ഉണ്ടായത്. അടുത്തത് ചാർജ് അലവൻസ്. 11th പേ കമ്മീഷൻ ഹാസ് വിത്ഡ്രോൺ ചാർജ് അലവൻസ് ഓഫ് 500 given to all medical officers in charge of PHC, FHC and CHC. ഇത് രണ്ടും ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. വളരെ പ്രതിഷേധം അർഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കോമ്പൻസേറ്ററി അലവൻസിലും ചാർജ് അലവൻസിലും 11ാമത് ശമ്പള കമ്മീഷൻ വരുത്തിയിട്ടുള്ള വ്യത്യാസങ്ങൾ. അടുത്തത് റിസ്ക് അലവൻസ് ആണ്. കോവിഡ് കാലത്ത് നമ്മുടെ ഡോക്ടർമാരുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു റിസ്ക് അലവൻസ്. NHM സ്റ്റാഫിനെല്ലാം 20% റിസ്ക് അലവൻസ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്രത്യേക റിസ്ക് അലവൻസ് നമുക്ക് കിട്ടിയില്ല. ആയി കൂടി 10% ഇൻക്രീസ് ഇൻ എക്സിസ്റ്റിംഗ് റിസ്ക് അലവൻസ് ചില വിഭാഗം ഡോക്ടർമാർക്ക് കൊടുത്തിരുന്നു. അതിന് 10% ഇൻക്രീസ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അടുത്ത നോൺ പ്രാക്ടീസിംഗ് അലവൻസ് 10% ഇൻക്രീസ് ഇൻ എക്സിസ്റ്റിംഗ് നോൺ പ്രാക്ടീസിംഗ് അലവൻസ് ടു സ്പെഷ്യൽ കാറ്റഗറീസ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജനറൽ കേഡർ. അടുത്ത സ്ലൈഡ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. 11th pay commission has recommended to discontinue city compensatory allowance, stating considerable hike in HRA to employees working in cities, not much difference in cost of living in cities compared to other parts in the state except in respect of rentals, and central government's decision to discontinue CCA after 7th central pay commission. ഇത് മൂന്നുമാണ് ശമ്പള കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങൾ. അവർ പറയുന്നത് ഇപ്പോൾ നേരത്തെ അത്ര ഒരു അർബൻ റൂറൽ ഡിവൈഡ് നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നാണ് അവരുടെ നിഗമനം, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് റെന്റൽസ്. അതുകൊണ്ടാണ് അവർ ഹൗസ് റെന്റ് അലവൻസിൽ മാത്രം ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അടുത്തത് റൂറൽ അലവൻസ് ആൻഡ് ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ്. ഞാൻ പറഞ്ഞു പല അലവൻസിലും 10% ഹൈക്ക് ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും റൂറൽ അലവൻസിലും ഡിഫിക്കൽട്ട് റൂറൽ അലവൻസും അതേപോലെ തുടരാനാണ് അവർ നിർദ്ദേശിച്ചിരുന്നത്. 11th PRC recommends no increase in rural allowance and difficult rural allowance as it feels employees are under obligation to work anywhere in the state and the rural urban divide in our state is not very glaring. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിക്കവാറും അടുത്ത പേ കമ്മീഷനിൽ നമ്മുടെ റൂറൽ അലവൻസും ഡിഫിക്കൽട്ട് റൂറൽ അലവൻസും പോകാനുള്ള സാധ്യത വളരെയധികമാണ്. അടുത്തത് കാഷ്വാലിറ്റി അലവൻസ്. റൂറൽ ഏരിയസിൽ ഉള്ളവർക്ക് ഇത് ലഭിക്കുന്നില്ല. 11th പേ കമ്മീഷൻ റെക്കമെൻഡ്സ് 10% ഹൈക്ക്, 3,300 ആവുന്നു. ട്രാവലിംഗ് അലവൻസ് ഈ സ്ലൈഡ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആക്ച്വൽ ബേസിക് പേ 70,000 ആൻഡ് എബവ്
അവർ ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആണ്. അവർക്ക് എലിജിബിൾ ക്ലാസ് ഓഫ് ട്രാവൽ സെക്കൻഡ് AC ആയിരിക്കും. മൈലേജ് അലവൻസ് ഫോർ റോഡ് ജേർണി 2.5 per kilometer. Incidental expense for rail or road journey 0.9 per kilometer. And per flight journey limited to 1 DA. Daily allowance inside state to be 600 and outside state to be 750. പച്ച നിറത്തിൽ കാണുന്നതാണ് പുതുക്കിയ നിരക്കുകൾ, ബ്രാക്കറ്റിൽ കാണുന്നതാണ് നിലവിലെ നിരക്കുകൾ. കുറച്ച് അലവൻസ് കൂടി ശമ്പള കമ്മീഷൻ അവർ അതിൽ പറഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം ഇതിൽ ആഡ് ചെയ്താണ്. Spectacle allowance existing maximum fixed at 1,200 increased to 1,500. Reimbursement may be allowed once in 5 years as of now. Hill tract allowance paid as compensatory allowance to employees working in hilly areas and is given as per pay ranges. 11th PRC recommends no increase in hill tract allowance. 43,400 പേ റേഞ്ചിന് എബവ് ഉള്ളവർക്ക് കിട്ടുന്നത് 500 ആണ്. അത് അതേപടി നിലനിർത്താനാണ് പേ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ അലവൻസ് ടു ഡിഫറെന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് ഒരു 10% ഹൈക്ക് ഉണ്ട്, അത് 1,100 ആവും. എഡ്യൂക്കേഷൻ അലവൻസ് ടു പാരന്റ്സ് ഹാവിംഗ് ഡിഫറെന്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ അത് 600 നിന്ന് 1000 ആവുന്നു. ചൈൽഡ് കെയർ അലവൻസ് intended to grant financial assistance to employees for taking the service of someone to look after their differently abled children unable to enroll in schools, revised to 1,750 per child with annual ceiling of 21,000. LTC 11th Pay Commission recommends to continue existing system of LTC due to financial constraints of the state. LTC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം to visit any place in India subject to a maximum of 6,500 kilometers once during the entire service period, maximum of 15 days. ഈ തുക ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യുന്നതാണ്. Rent recovery, it's a levy from the employees who are occupying government quarters. Commission does not suggest any change in the existing system. Employees who are allotted quarters shall not be eligible for house rent allowance. ഇനി നമ്മുടെ ആവശ്യങ്ങളാണ്. 11th PRC in general has recommended a hike of 10% of the existing allowance. എല്ലാത്തിനും ഇല്ല, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു റൂറൽ അലവൻസ്, ഡിഫിക്കൽട്ട് റൂറൽ അലവൻസ്, അതിനൊന്നും ഒട്ടും തന്നെ അവർ ഹൈക്ക് ചെയ്തിട്ടില്ല. We demand all allowances to be enhanced and to be provided as percentage of basic pay. Different allowances are granted to compensate different elements and hence any number of eligible allowances should be granted simultaneously. ഉദാഹരണമായി പറയുകയാണെങ്കിൽ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന CMOക്ക് കാഷ്വാലിറ്റി അലവൻസ് ലഭിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ അലവൻസും നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കിട്ടണം എന്നതും നമ്മുടെ ഒരു ആവശ്യമാണ്. പറയുകയാണെങ്കിൽ കോമ്പൻസേറ്ററി അലവൻസ് at 5% basic pay to all MOs in primary care institutions, charge allowance and additional charge allowance at 5% of basic pay, rural allowance at 10%, difficult rural at 15%, PG allowance at 10%, casualty allowance at 15%, risk allowance at 25%, NPA at 25%, call allowance 500 per call for doctors attending call duty, പിന്നെ honorarium for attending VIP duties and medical camps. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. ഫിറ്റ്മെന്റ് ബെനിഫിറ്റും സർവീസ് വെയിറ്റേജും 10ാമത്തെ ശമ്പള കമ്മീഷൻ നൽകിയിരുന്ന ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് 12% അത് ഈ ശമ്പള കമ്മീഷൻ 10% കുറച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിലും നമുക്ക് കിട്ടേണ്ടിയിരുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു കുറവ് ഇതുമൂലം വന്നിട്ടുണ്ട്. അടുത്തത് സർവീസ് വെയിറ്റേജ്. കൂടുതൽ സർവീസ് ഉള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരുന്ന സർവീസ് വെയിറ്റേജ് ഈ ശമ്പള കമ്മീഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. 0.5% of pre-revised pay was given as service weightage for every completed year of service, subject to a maximum of 30 years in the 10th PRC. 11th PRC does not recommend any service weightage for this pay revision. KGMOA demands to reinstate 12% fitment benefit and 0.5% service weightage. ഇത് നമ്മുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. പക്ഷെ ഇത് എല്ലാ വിഭാഗം ഗവൺമെന്റ് ജീവനക്കാരെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ജസ്റ്റ് ലീവ് ചെയ്യാൻ പഴയ ശമ്പള കമ്മീഷനിൽ നിന്ന് വ്യത്യാസം വന്നിട്ടുള്ള മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. പറ്റേണിറ്റി ലീവ് എൻഹാൻസ് ടു 15 days ആൻഡ് എക്സ്റ്റെൻഡഡ് ഫോർ ദി പർപ്പസ് ഓഫ് ചൈൽഡ് അഡോപ്ഷൻ. പുതിയ 2 ലീവുകൾ ഈ ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാരന്റ്സ് കെയർ ലീവും ചൈൽഡ് കെയർ ലീവും. പാരന്റ്സ് കെയർ ലീവ് ഗ്രാൻഡഡ് അപ് ടു
365 days with 40% of salary. Child care leave granted to female employees for up to 365 days with 40% of salary. In case of service benefits, both parents care leave and child care leave may be treated as equivalent to maternity leave except for probation. അടുത്താണ് time bound higher grade. This is intended for employees who do not have adequate promotional avenues and are compelled to remain in the same post for long years. Assistant surgeons and equated categories of health service department were allowed scales of pay of the respective promotion posts as time-bound higher grade on completion of 8 and 15 years of service respectively. നിലവില് 8 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന അസിസ്റ്റന്റ് സർജന്മാരും തത്തുല്യമായ ജൂനിയർ കൺസൾട്ടന്റ് ജാമോ അവർക്ക് അടുത്ത പ്രൊമോഷൻ പോസ്റ്റിലെ സ്കെയിലാണ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആയിട്ട് നൽകിയിരുന്നത്. അതുപോലെ തന്നെ 15 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത പ്രൊമോഷൻ പോസ്റ്റിന്റെ സ്കെയിൽ നൽകുമായിരുന്നു. 11th പേ കമ്മീഷൻ റെക്കമെൻഡ്സ് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഓൺ കംപ്ലീഷൻ ഓഫ് 8 years ഓൺലി. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ സ്കെയിൽ അനുസരിച്ചാണ് ശമ്പള കമ്മീഷൻ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് കൊടുക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ട പോലെ ആദ്യത്തെ 6 പേ സ്കെയിലുകൾ ഉള്ള ജീവനക്കാർക്ക് 4 ഹയർ ഗ്രേഡ് കൊടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ 7 മുതൽ 10 വരെയുള്ളവർക്ക് 3 ഹയർ ഗ്രേഡുകളും 17 വരെയുള്ളവർക്ക് 2 ഹയർ ഗ്രേഡുകളും 18 മുതൽ 21 വരെയുള്ളവർക്ക് 1 ഹയർ ഗ്രേഡുമാണ് ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എൻട്രി പേ സ്കെയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും എൻട്രി പേ സ്കെയിൽ 19 ആണ്. S19 ആണ് നമ്മുടെ എൻട്രി ലെവൽ. അത് പ്രകാരം നമുക്ക് ലഭിക്കുന്ന ഹയർ ഗ്രേഡ് ഇനി മുതൽ 8 yearsന്റെ ഹയർ ഗ്രേഡ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് മാത്രമല്ല, നേരത്തെ നമുക്ക് ഹയർ ഗ്രേഡ് ലഭിച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത് പേ സ്കെയില് അടുത്ത പ്രൊമോഷൻ പോസ്റ്റിന്റെ പേ സ്കെയിലായിരുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ജൂനിയർ കൺസൾട്ടന്റ് 8 വർഷത്തെ ഹയർ ഗ്രേഡ് ലഭിക്കുമ്പോൾ 19ാമത്തെ പേ സ്കെയിലിൽ നിന്ന് 22ാമത്തെ പേ സ്കെയിലേക്ക് മാറുന്നു. പക്ഷേ 11ാമത് ശമ്പള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അത് 19ൽ നിന്ന് 20ലേക്ക് മാറുക മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരു പ്രകടമായ നഷ്ടം കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ മുമ്പും ഡോക്ടർമാർക്ക് 19ാമത്തെ പേ സ്കെയിലിൽ കയറുന്നത് കൊണ്ട് ഒരു ഹയർ ഗ്രേഡിനുള്ള യോഗ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡോക്ടർമാർ, ടീച്ചർമാർ, പോലീസ് ഓഫീസേഴ്സ് എന്നിവർക്ക് ലഭിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആയിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഡോക്ടർമാരുടെ സ്പെഷ്യൽ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് പ്രകാരം അവർക്ക് 2 ഗ്രേഡുകൾ 8 വർഷം കംപ്ലീഷൻ ചെയ്യുമ്പോഴും 15 വർഷം കംപ്ലീഷൻ ചെയ്യുമ്പോഴും 2 ഹയർ ഗ്രേഡ് കൊടുക്കാൻ നേരത്തെ ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ആ സ്പെഷ്യൽ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ഈ കമ്മീഷൻ എടുത്തു കളയാണ് ഉണ്ടായത്. Age of retirement of medical officers is 60 years, whereas that of all other government employees is 56 years. Minimum of 3 years service required as JAMO or junior consultant to become assistant director or consultant, and 3 years service as assistant director bar consultant to become deputy director bar senior consultant. Due to lack of sufficient number of posts, promotion usually does not happen during this period. So നമ്മുടെ ആവശ്യം to consider time bound higher grade at 5, 10, 15 and 20 years in administrative and general cadre, and 4, 8, 12, 16, 20 years in specialty and super specialty cadre. ഇതൊരു നിർദ്ദേശം മാത്രമാണ്. പിന്നെ designation as non cadre promotion during time bound higher grade. Pay and scale of pay equal to that of next promotion post. ഇത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരുന്നു. ഇനി പുതിയ ശമ്പള കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത് നമുക്ക് ലഭിക്കുകയില്ല. അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഡിസ്കഷൻ പാർട്ട്.
ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ 19ാമത്തെ പേ സ്കെയിലിൽ കയറുന്ന നമ്മുടെ ജാമോ, ജൂനിയർ കൺസൾട്ടന്റ്, അസിസ്റ്റന്റ് സർജൻ, ഇവർക്ക് എല്ലാവർക്കും ശമ്പളം പുതുക്കിയപ്പോഴും അവർ 19ാമത്തെ പേ സ്കെയിലിൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അടുത്ത വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ സിവിൽ സർജൻ, ഇവർ 22ാമത്തെ പേ സ്കെയിലായിരുന്നു നേരത്തെ. പക്ഷെ റിവൈസ് ചെയ്യുമ്പോഴും അവർ 22ാമത്തെ പേ സ്കെയിലിൽ തന്നെയാണ്. നമ്മുടെ കാലാകാലങ്ങളായുള്ള ആവശ്യമാണ് ഇനി ചുവടെ പറയുന്നത്. കൺസിഡർ അസിസ്റ്റന്റ് സർജൻസ് ആൻഡ് ഈക്വലന്റ് കാറ്റഗറീസ് ഹു ആർ കറന്റ്ലി ഇൻ ദി 19th scale 6th stage as per 10th pay revision to be in the 20th scale as promised in the 9th pay revision commission by merging the higher start to basic pay and then revise accordingly in the 11th pay revision. Similarly, consider higher pay scales for remaining higher categories of doctors in all cadres of health service department. അതായത് നമ്മുടെ പേ സ്കെയിൽ തന്നെ മാറ്റണം, ഉയർന്ന പേ സ്കെയിൽ തന്നെ തരണം എന്നാണ് നമ്മുടെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യം. ഇത് ഇത്തവണത്തെ കമ്മീഷൻ പാടെ നിരാകരിക്കുകയുണ്ടായി. പേ സ്കെയിലിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഏത് പേ സ്കെയിലാണോ ഓരോ വിഭാഗം ഡോക്ടർമാരും കയറിയിരുന്നത് അതേ പേ സ്കെയിലിൽ തന്നെയാണ് അവർ അത് പുതുക്കിയപ്പോഴും തുടരുക. All the categories of posts that demand higher qualifications need to be placed in higher pay scales. JC may be equated with civil surgeon and its higher categories treated accordingly. Scale of pay of DHS is sought for additional DHS and equivalent categories in all cadres, as the post of DHS is more or less a selection post from a pool of additional directors. അടുത്ത സ്ലൈഡാണ് ഇൻക്രിമെന്റ് സ്റ്റാഗ്നേഷൻ. ഇൻക്രിമെന്റ് സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പേ സ്കെയിലിൽ ഉള്ള ഒരു ഡോക്ടർ, ഉദാഹരണമായിട്ട് 19ാമത്തെ പേ സ്കെയിലിൽ വർഷാവർഷം ആ ഡോക്ടറിന്റെ ഇൻക്രിമെന്റ് ഓരോ ഗുണിതങ്ങളായിട്ട് കൂടാറുണ്ട്. ആ പേ സ്കെയിലിന്റെ മാക്സിമം എത്തുമ്പോൾ ഇൻക്രിമെന്റ് സ്റ്റാഗ്നേഷൻ വരുന്നു. The rule of increment stagnation should be exempted for doctors owing to their higher retirement age, and yearly increments should be given as personal pay without any ceiling and without making it biennial. നിലവിൽ നമുക്ക് ലഭിച്ചിരുന്നത് ആ മാക്സിമം എത്തുമ്പോൾ നമുക്ക് ഓരോ കൊല്ലവും ഒരു ഇൻക്രിമെന്റ് കൂടി തന്നിരുന്നു. അതായത് ഉദാഹരണമായി 22ാമത്തെ പേ സ്കെയിലിൽ ഉള്ള ഒരു ഡോക്ടർ ആ പേ സ്കെയിലിന്റെ മാക്സിമം എത്തിയാണെന്ന് കരുതട്ടെ. പിന്നെ ആ പേ സ്കെയിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കത്തില്ല. അടുത്ത 4 വർഷം ആനുവലി ഓരോ ഇൻക്രിമെന്റും കൂട്ടി നൽകാറുണ്ടായിരുന്നു. ആദ്യത്തെ 4 വർഷം ആനുവലിയും പിന്നെ 5ാമത്തെ വർഷമില്ല, 6ാമത്തെ വർഷമാണ്. അപ്പൊ ആദ്യത്തെ 4 വർഷം ആനുവലിയും പിന്നെ ഒരു ബൈനിയൽ ഇൻക്രിമെന്റ് സ്റ്റാഗ്നേഷനും. ഇതിനൊരു സീലിംഗ് ഉണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പരമാവധി ശമ്പളം എന്ന് പറയുന്നത് ഇപ്പൊ നിജപ്പെടുത്തിയേക്കുന്നത് 1,66,800 ആണ്. അതിനുശേഷം ഈ ഇൻക്രിമെന്റ് നമുക്ക് ലഭിക്കുകയില്ല. ഇപ്പൊ ആ മാക്സിമം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് പിന്നെ ഇൻക്രിമെന്റ് ലഭിക്കുന്നതായിരിക്കത്തില്ല. പക്ഷെ നമുക്കറിയാം ഡോക്ടർമാരുടെ റിട്ടയർമെന്റ് ഏജ് കൂട്ടുകയുണ്ടായി. ഉയർന്ന സ്കെയിലുള്ള ഡോക്ടർമാർ, ഉദാഹരണമായിട്ട് ഡെപ്യൂട്ടി DHS തത്തുല്യമായ പോസ്റ്റുകളും അഡീഷണൽ DHS തത്തുല്യമായ പോസ്റ്റുകൾ, ഇവരെല്ലാവരും ഈ സീലിംഗിൽ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് 1,66,800 എന്നുള്ള സംഖ്യയിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 11th Pay Commission recommends that the doctors in health service department who are stagnating in the maximum of the master scale, അതായത് 1,66,800, may be allowed biennial increments in pay as residuary pay, and the maximum number of such biennial increments shall be 5. ഇത് ഡോക്ടർമാർക്ക് മാത്രം ശമ്പള കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ് ഈ റെസിജ്വറി പേ. ഇതെല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അടുത്തത് കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം. This is applicable to employees who are directly recruited to the entry post for which professional degree is a basic qualification. ഉദാഹരണമായി പറയുകയാണെങ്കിൽ MBBS അല്ലെങ്കിൽ BTech, LLB, ഇതെല്ലാം പ്രൊഫഷണൽ ഡിഗ്രീസ് ആണ്. And is intended for their definite career growth. On completion of
8/15 years of service, such employees will be allowed the scale of pay of the respective promotion post. അതായത് 8 വർഷം കഴിയുമ്പോഴും 15 വർഷം കഴിയുമ്പോഴും 2 പ്ലേസ്മെന്റ്, ഓരോ പ്ലേസ്മെന്റുകൾ 8 വർഷം കഴിയുമ്പോൾ ആദ്യത്തെ പ്ലേസ്മെന്റും 15ാമത്തെ വർഷം അടുത്ത പ്ലേസ്മെന്റും അടുത്ത പ്രൊമോഷൻ പോസ്റ്റിലേക്ക് ഈ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം പ്രകാരം നമുക്ക് നൽകപ്പെടും. ഓൾറെഡി കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം പല വിഭാഗങ്ങളും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. 11th PRC notes that special time-bound higher grade scheme of doctors is equal to the career advancement scheme applicable to professional categories, and hence it recommends that the special higher grade scheme applicable to doctors may be converted to career advancement scheme. ഇങ്ങനൊരു നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്പെഷ്യൽ TBHE സ്കീം പ്രകാരം 8 വർഷം കഴിയുമ്പോഴും നമ്മുടെ സ്കെയില് അടുത്ത പ്രൊമോഷൻ പോസ്റ്റിന്റെ സ്കെയിലിന് തുല്യമായിട്ടാണ്. അതായത് 19ാമത്തെ സ്കെയിലിൽ നിന്ന് ജൂനിയർ കൺസൾട്ടന്റ് 22ാമത്തെ പേ സ്കെയിലേക്ക് പോകുന്നു. 15 വർഷം കഴിയുമ്പോൾ അദ്ദേഹം 25ാമത്തെ പേ സ്കെയിലേക്ക് പോകുന്നു. അപ്പോ ഈ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം പറയുന്നതും ഇത് തന്നെയാണ്. പക്ഷെ 1-2 പ്രശ്നങ്ങളുണ്ട് കരിയർ അഡ്വാൻസ്മെന്റ് സ്കീമിൽ. നമുക്ക് ഈ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡിൽ അടുത്ത പ്രൊമോഷൻ പോസ്റ്റിലേക്ക് പോകുമ്പോൾ കിട്ടുമായിരുന്ന ഹയർ ഷാർട്ടിനെ പറ്റിയോ സ്പെഷ്യൽ പേനെ പറ്റിയോ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം അത് മിണ്ടുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. നമ്മുടെ സ്പെഷ്യൽ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് എടുത്തു കളയുകയും ചെയ്തു. കിട്ടുന്ന ഗ്രേഡ് ആണെങ്കിൽ തന്നെ 19ൽ നിന്ന് 22ലേക്ക് പോകുന്നതിന് പകരം 19ൽ നിന്ന് 20ാമത്തെ സ്കെയിലേക്ക് പോകുന്നുള്ളൂ. കരിയർ അഡ്വാൻസ്മെന്റ് സ്കീമിന് വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്, എന്നാൽ അത് ലഭിച്ചിട്ടുമില്ല, അതിൽ വ്യക്തതയും വരുത്തിയിട്ടില്ല. അതാണ് പറഞ്ഞാൽ നമ്മൾ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥയിലായി പോയെന്നും പറയുന്നത്. ഇത് അവസാനത്തെ സ്ലൈഡാണ്. ക്രിയേഷൻ ഓഫ് മോർ പോസ്റ്റ് നമ്മുടെ നിർദ്ദേശങ്ങളാണ്, പൊതുവിലുള്ള നിർദ്ദേശങ്ങളാണ്. ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഈക്വലന്റ് ടു DHS ഇൻ അതർ കേഡേഴ്സ്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി കേഡറിൽ ചീഫ് കൺസൾട്ടന്റ് ഹയർ ഗ്രേഡ് എന്നുള്ളൊരു തസ്തിക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ജനറൽ കേഡറിൽ അതില്ല. ക്രിയേഷൻ ഓഫ് പോസ്റ്റ് ഈക്വലന്റ് ടു DHS ഇൻ അതർ കേഡേഴ്സ്. അടുത്തത് ജനറൽ കേഡർ ഡോക്ടേഴ്സ് ഹാവ് ഓൺലി 1 പ്രൊമോഷൻ പോസ്റ്റ് ആസ് സിവിൽ സർജൻ, ഹെൻസ് ന്യൂ ഹയർ പ്രൊമോഷൻ പോസ്റ്റ് ആസ് സീനിയർ സിവിൽ സർജൻ. ഈ ആവശ്യം സ്പെഷ്യൽ റൂൾ അമെന്റ്മെന്റ് പ്രകാരം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ചീഫ് സിവിൽ സർജൻ ഷുഡ് ബി ക്രിയേറ്റഡ്. ക്രിയേഷൻ ഓഫ് ചീഫ് കൺസൾട്ടന്റ് പോസ്റ്റ് ഇൻ ഓൾ സ്പെഷ്യാലിറ്റീസ്. അതുപോലെ തന്നെ റേഷ്യോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്സ് റേഷ്യോ ഓഫ് അസിസ്റ്റന്റ് സർജൻ ടു സിവിൽ സർജൻ ആസ് 3:1 and JC is to consultant is to senior consultant as 5:3:1 by creating enough number of civil surgeon, consultant and senior consultant posts. 11th PRC recommends the ratio of 3:1 between promotion posts may be withdrawn and the cadre strength of assistant director, consultant and civil surgeon may be fixed as per the existing number of posts available in those cadres. ഈ റേഷ്യോ മൊത്തത്തിൽ കമ്മീഷൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. Workload assessment to be done and post stated accordingly. Posting against maternity leave vacancies. Minimum 3 medical officers in PHCs, 6 CMOs in taluk hospitals and 8 CMOs in മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതെല്ലാം നമ്മുടെ പൊതുവായിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് മൊത്തത്തിൽ ഹെൽത്ത് സർവീസിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. താങ്ക് യു. ഹലോ ഹലോ പറയൂ മാഡം. ഡോക്ടർ ഉണ്ണികൃഷ്ണനൊന്ന് സംസാരിക്കുന്നു.